യുദ്ധം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. എന്തെയും പ്രൊഡക്റ്റിനൊക്കെ വില കൂടി, കെമിക്കലിന് വില കൂടി, നമ്മൾ പ്ലാസ്റ്റിക് ഐറ്റംസ്, ടിന്ന് ഐറ്റംസിനൊക്കെ വില കൂടി, എന്ത് ചെയ്യും എന്നറിയാനുള്ള ഒരു ടെൻഷനായിരുന്നു. പക്ഷേ ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ചപ്പോൾ, അതായത് നമുക്ക് ഇപ്പോഴത്തെ മാത്രമല്ലല്ലോ നമുക്ക് നിലനിൽപ്പിന് വേണ്ടത്, അങ്ങനെ ചിന്തിച്ചപ്പോൾ ഇതെല്ലാം ഒരു ഭാഗ്യമല്ലേ. കാരണം എന്തായാലും ഭാവിയിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും പല രീതിയിൽ. ഇപ്പോൾ കൊറോണ വന്ന പോലെ, ലോക്ക്ഡൌൺ വന്ന പോലെ, അങ്ങനത്തെ പല കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ. നമുക്ക് ഇപ്പോഴേ തന്നെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. ഞാൻ പറയാം, നമ്മൾ ഈ പ്രായത്തിലുള്ളവരുണ്ടാവും, അല്ലാതെ മറ്റുള്ള മുതിർന്നവർക്കല്ല. ഈ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എന്തൊക്കെ രീതിയിലുള്ള തളർച്ചകൾ, എന്തൊക്കെ തോൽവികൾ നമുക്ക് ഇനി വരും, എന്തെല്ലാം നമുക്ക് ഇനി നേരിടേണ്ടി വരും. ഇതിനും വലുതൊന്നും ഇനി വരാനില്ല, ചിലപ്പോൾ വന്നേക്കാം. പക്ഷെ എന്നാൽ പോലും കൊറോണ പോലെ ലോക്ക്ഡൌൺ, ഒരാൾക്കും പുറത്തിറങ്ങാൻ പറ്റാതെ, നമുക്കൊരു സാധനത്തിന് അവൈലബിലിറ്റി ഇല്ലാതെ, ഇപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ തന്നെ എനിക്ക് കെമിക്കൽസിന് വില കൂടി, എല്ലാത്തിനും റേറ്റ് കൂടി, ഒന്നും കിട്ടാനില്ല. നമുക്ക് ഈ ഏറ്റവും ഉയർന്ന വിലയിൽ നമുക്ക് സാധനങ്ങൾ കടലിലേക്ക് എത്തിക്കണം, കസ്റ്റമേഴ്സിന് എത്തിക്കണം, എങ്ങനെ കൺവിൻസ് ചെയ്യണം, എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം, ഈ ഒരു നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ സ്റ്റാഫിനെ എങ്ങനെ മാനേജ് ചെയ്യണം, എല്ലാം കൊണ്ടും ഭയങ്കര പ്രതിസന്ധിയിൽ എന്താണ് ചെയ്യാന്നറിയില്ല. അപ്പോൾ ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോഴേ കിട്ടിയത് നന്നായി. കാരണം ഇതിപ്പോ എനിക്ക് പഠിക്കാൻ പറ്റി. ഇപ്പൊ തന്നെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ വില കൂടും, എങ്ങനെയൊക്കെ വില കുറയും, വില കൂടിയാൽ എന്താണ് ചെയ്യേണ്ടത്, മാർക്കറ്റിൽ സാധനം ടൈറ്റ് ആയാൽ എന്താണ് ചെയ്യേണ്ടത്, വില കുറക്കണോ, അല്ലെങ്കിൽ എന്താണ് എത്രയോളം അവൈലബിലിറ്റി കൂട്ടണം, എല്ലാം ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ ആ രീതിയിൽ ചിന്തിച്ചാൽ മതി എല്ലാവരും. കാരണം സംഭവം എല്ലാവരും പെട്ടിരിക്കണം, എല്ലാവരും പ്രശ്നത്തിലാണ്. പക്ഷെ നമ്മ ഇവിടെ ടെൻഷൻ അടിച്ചൊന്നും ചെയ്യാനില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ യഥാർത്ഥ പ്രതിസന്ധി വരുമ്പോഴല്ല, നമ്മളെങ്ങനെയായാലും മുന്നോട്ട് പോകാന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പ്രതിസന്ധി വന്നാലും മുന്നോട്ട് തന്നെ പോകാനുള്ള വഴികൾ ഉണ്ടാക്കും. ആ വഴികൾ ഞാൻ നോക്കി. അപ്പൊ നമ്മൾ കൂടുതൽ എളുപ്പമായി ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഒരു ഭാഗ്യം. കാരണം ഭാവിയിൽ എന്ത് വന്നാലും നമുക്ക് നിൽക്കാൻ പറ്റും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, എല്ലാവരും ആ മൈൻഡ് സെറ്റിൽ എടുക്കുക, എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം മാറും, ഇനിയും വരാനുണ്ട്, ഇതിനും വലുത് വരാനുണ്ട്. അതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് നേരിടാൻ പറ്റും. ഓക്കെ.